പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അഭിമന്യ പിതാവേ, ബഹുമാന്യരായ വികാരിയച്ഛന്മാരെ, പ്രൊവിൻഷ്യലച്ച മറ്റ് വൈദിക സഹോദരന്മാരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വത്സല മക്കളെ, നമ്മുടെ ഇടവക സമൂഹം ഇന്ന് തീർച്ചയായും സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ്. ഈ മണ്ണിൽ നിന്ന് ആദ്യമായി ഒരു വൈദികനെ നമുക്ക് ലഭിക്കുന്ന നല്ല ദിവസമാണ് ഇന്ന്. തീർച്ചയായും ഈ ദൈവബലി പരിപോഷിപ്പിക്കപ്പെടുകയും ഇന്ന് പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ബഹുമാന്യനായ ഡീക്കൻ റോഷി വൈദിക പദവി കൈവരിക്കുകയും ചെയ്യുകയാണ്. ഈ സമൂഹത്തിന് മുഴുവൻ സന്തോഷിക്കുവാനുള്ള നല്ല ദിവസം തന്നെയാണ് ഇത്. അദ്ദേഹത്തിൻ്റെ ഈ നല്ല മാതൃക, ഈ കുടുംബത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഈ മാതൃക തീർച്ചയായും ഈ ഇടവക സമൂഹത്തിൽ അനേകർ പിൻചെല്ലുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. രൂപതയിൽ സേവനം ചെയ്യുന്നതിന് നമുക്ക് ഇതുവരെ ഇവിടെ നിന്ന് ആരെയും ലഭിച്ചിട്ടില്ല. രൂപതയുടെ സേവനത്തിനും പ്രത്യേകമായ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് കുടുംബങ്ങളിൽ ദൈവബലി പരിപോഷിപ്പിക്കുന്നതിന് ഈ സമൂഹം പ്രത്യേകമായിട്ട് ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. ജൂബിലി വർഷം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ തന്നെ ദൈവം നമുക്ക് സമ്മാനിക്കുന്ന ഈ വലിയ നിധി സന്തോഷപൂർവ്വം സ്വീകരിച്ച് അദ്ദേഹത്തിന് വേണ്ടിയും വൈദിക സമൂഹത്തിന് വേണ്ടിയും കപ്പുച്ചൻ സന്യാസ സമൂഹത്തിന് വേണ്ടിയുമൊക്കെ നാം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ നല്ല മാതൃകയും പ്രാർത്ഥനാ ജീവിതവും തീർച്ചയായും ഈ മകന് എന്നും പ്രചോദനമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ശുശ്രൂഷ ചെയ്യുന്ന വൈദികരെ സ്ഥിരമായി അനുസ്മരിക്കുന്നതിനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതിനും നാം എപ്പോഴും സന്നദ്ധരാകണം. പലപ്പോഴും വ്യത്യസ്തമായ ചിന്താഗതികളൊക്കെ നമ്മെ സ്വാധീനിക്കാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അസ്വസ്ഥതകളൊക്കെ നാം അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ സമൂഹങ്ങളിൽ നിലനിൽക്കും. അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വൈദികരോട് ഒത്തുചേർന്ന് ഇടവക സമൂഹത്തിൻ്റെ ആധ്യാത്മികവും ഭൗതികമായ ഉന്നമനത്തിന് പ്രവർത്തിക്കുക, സഹകരിക്കുക, അതൊക്കെ തന്നെയാണ് നാം ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. പൗരോഹിത്യ ശുശ്രൂഷ അത്രമാത്രം എളുപ്പമുള്ള ഒരു ശുശ്രൂഷയല്ല. ഒരു സന്യാസി എന്ന നിലയിൽ തന്നെയാണ് ഡീക്കൻ റോഷി
ഈ പദവിയിലേക്ക് കടന്നു വരുന്നത്. സന്യസ്ത ജീവിതവും അതോടൊപ്പം സമൂഹത്തിന് വേണ്ടിയുള്ള തൻ്റെ സേവനവും ഒത്തൊരുമിച്ച് കോർത്തിണക്കി മെച്ചപ്പെട്ട ശുശ്രൂഷ സമൂഹത്തിന് നൽകാനാണ് അദ്ദേഹം താൽപ്പര്യപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ കർത്താവ് ആശീർവദിക്കണമെന്നും അനുഗ്രഹ സമൃദ്ധി കൊണ്ട് ഈ മകനെ സമ്പന്നനാക്കണമെന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷ എപ്പോഴും വളരെയധികം ത്യാഗം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യമാണ്. സുവിശേഷം അറിയിക്കാനും ശുശ്രൂഷിക്കാനും അവർ ജനത്തിനു വേണ്ടി എല്ലാമായി തീരാനും വിളിക്കപ്പെടുന്ന വ്യക്തികളാണ് പുരോഹിതന്മാർ. ആ രീതിയിൽ താൻ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നതിന്, വിശ്വസ്തയോടെ നിർവഹിക്കുന്നതിന്, പരിശുദ്ധിയോടുകൂടി അത് പരിപാലിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിക്കണം. അതിന് അദ്ദേഹത്തിന് കർത്താവിൻ്റെ കൃപാവരം ലഭിക്കട്ടെ എന്ന് ഒത്തൊരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആശംസിക്കാം. അതുതന്നെയാണ് നാം അദ്ദേഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ആദരവും ബഹുമാനവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമുക്കൊത്തൊരുമിച്ച് ഈ ബലിയിൽ പങ്കുചേർന്ന് ഈ വൈദിക സഹോദരനും കുടുംബത്തിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ സമൂഹത്തെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരരെ, ഈ ദിവ്യരഹസ്യങ്ങൾ തക്കതായൊരുക്കത്തോടുകൂടെ കൊണ്ടാടുന്നതിനായി നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്തപിച്ചേറ്റു പറയാം. കാരുണ്യനാഥ സ്നേഹപിതാവേ, പാപങ്ങൾ നീക്കിടും തമ്പുരാനേ. കാരുണ്യനാഥ സ്നേഹപിതാവേ, പാപങ്ങൾ നീക്കിടും തമ്പുരാനേ. തിരുസന്നിധാനം വെടിഞ്ഞൊരു തമ്പുരാനേ. സ്നേഹപിതാവേ, പാപേരണേ, അപരാധമെല്ലാം പൊറുക്കേണമേ. സ്നേഹപിതാവേ, പാപേരണേ, അപരാധമെല്ലാം പൊറുക്കേണമേ. മനസ്സാൽ വാക്കാൽ ചെയ്തിയാൽ വന്ന കുറ്റങ്ങളെല്ലാം പൊറുക്കേണമേ. മനസ്സാൽ വാക്കാൽ ചെയ്തിയാൽ വന്ന കുറ്റങ്ങളെല്ലാം പൊറുക്കേണമേ. പൈതൃക സ്നേഹം മറന്നൊരി പാപി കൈകളിൽ സ്വീകരിക്കേണമേ. സ്നേഹപിതാവേ, പാപേരണേ, അപരാധമെല്ലാം പൊറുക്കേണമേ. സ്നേഹപിതാവേ, പാപേരണേ, അപരാധമെല്ലാം പൊറുക്കേണമേ. ദൈവമാതാവേ, മാലാഖമാരേ, വിശുദ്ധരെ മാധ്യസ്ഥം നൽകേണമേ. ദൈവമാതാവേ, മാലാഖമാരേ, വിശുദ്ധരെ മാധ്യസ്ഥം നൽകേണമേ. സോദരരെ, നിങ്ങൾ പാപിയെനിക്കായി ദൈവപിതാവിനോടർത്ഥിക്കണേ. സ്നേഹപിതാവേ, പാപേരണേ, അപരാധമെല്ലാം
നമ്മൾ കാരുണ്യം തൂകി പാപങ്ങൾക്കെല്ലാം മാപിക്കാൻ സന്തതം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ, ശാന്തിയുമേ. ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവ്വിക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാതിവസൂനുമേ,
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ഏകജാതനെ നിത്യപുരോഹിതനായ അങ്ങ് അവരോധിച്ചുവല്ലോ. അങ്ങയുടെ പ്രിയപുത്രന്റെ പ്രതിപുരുഷന്മാരും ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മികളുമായി അങ്ങ് തിരഞ്ഞെടുത്തവർ തങ്ങളുടെ സേവനധർമ്മം വിശ്വസ്തയോടെ നിറവേറ്റുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം ഒരുവനെ അറിയുന്നു എന്ന ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഭാഗം ഇന്നത്തെ ഒന്നാമത്തെ വായനയായും ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ രണ്ടാം വായനയിൽ പുരോഹിതൻ മെൽക്കീസദക്കിൻ്റെ ക്രമപ്രകാരം നിത്യം പുരോഹിതനാണെന്നും മനുഷ്യർക്ക് വേണ്ടി പാപപരിഹാരാർത്ഥം ബലിയർപ്പിക്കുവാൻ നിയമിതനാണെന്നും ദൈവേഷ്ടത്തോട് അനുസരണയുള്ളവനായിരിക്കണമെന്നും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ ക്രിസ്തു പിതാവിൻ്റെ സ്നേഹത്തിലായിരിക്കുന്നത് പോലെ അയക്കപ്പെടുന്നവനാണെന്നും തൻ്റെ സ്നേഹത്തിലായിരിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു. കാതുകളോടൊപ്പം ഹൃദയം തുറന്ന് ദൈവവചന പ്രഘോഷണ ഭാഗത്തിൽ പങ്കുചേരാം. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവമില്ല. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്തും നീ സംസാരിക്കണം. നീ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണ് ഇത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളിച്ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. പ്രതിവചന സങ്കീർത്തനം. ജനതകളെ കർത്തനെ സ്തുതിക്കുവിൻ, ജനപദമേ കർത്താവിൻ നാമം പുകഴ്ത്തുവിൻ. ജനതകളെ കർത്തനെ സ്തുതിക്കുവിൻ, ജനപദമേ കർത്താവിൻ നാമം പുകഴ്ത്തുവിൻ. അവിടുത്തെ കാരുണ്യം ശക്തമല്ലോ, അവിടുത്തെ രാജ്യം നിത്യമല്ലോ, അവിടുത്തെ സ്നേഹം ശാശ്വതമേ
കർത്താവിനെ സ്തുതിക്കുന്നു. ജീവിതം മുഴുവനും കർത്താവിനെ ഞാൻ സ്നേഹിക്കും. കൂരിരുൾ നിറയുമീരാവാകിലും കർത്താവിനെ സ്തുതിക്കും. എന്റെ ദൈവം കരുണാമയൻ ദയാപരൻ, എന്നെ നിത്യം രക്ഷിപ്പവൻ. എന്റെ ദൈവം കരുണാമയൻ ദയാപരൻ, എന്നെ നിത്യം രക്ഷിപ്പവൻ. ജനതകളെ കർത്തനെ സ്തുതിക്കുവിൻ, കർത്തനെ സ്തുതിക്കുവിൻ. ജനപദമേ കർത്താവിൻ നാമം പുകഴ്ത്തുവിൻ. ശത്രുവിൻ കെണിയിൽ വീണാലും അവൻ പാലിക്കും. തൻ പ്രാണനായി എന്നെ കരുതുന്നവൻ നിഴലായി പിന്തുടരും. ശത്രുവിൻ കെണിയിൽ വീണാലും അവൻ പാലിക്കും. തൻ പ്രാണനായി എന്നെ കരുതുന്നവൻ നിഴലായി പിന്തുടരും. എന്റെ ദൈവം അലിവുള്ളവൻ അനുയാത്രയിൽ എന്നെ നിത്യം കാക്കുന്നവൻ. എന്റെ ദൈവം അലിവുള്ളവൻ അനുയാത്രയിൽ എന്നെ നിത്യം കാക്കുന്നവൻ. ജനതകളെ കർത്തനെ സ്തുതിക്കുവിൻ, കർത്തനെ സ്തുതിക്കുവിൻ. ജനപദമേ കർത്താവിൻ നാമം പുകഴ്ത്തുവിൻ. അവിടുത്തെ കാരുണ്യം ശക്തമല്ലോ, അവിടുത്തെ രാജ്യം നിത്യമല്ലോ, അവിടുത്തെ സ്നേഹം ശാശ്വതമേ ശാശ്വതമേ. ജനതകളെ കർത്തനെ സ്തുതിക്കുവിൻ, കർത്തനെ സ്തുതിക്കുവിൻ. ജനപദമേ കർത്താവിൻ നാമം പുകഴ്ത്തുവിൻ. ഹെബ്രായർക്ക് എഴുതിയ പുസ്തകത്തിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും പറയുന്നു, മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ
പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്തെന്നാൽ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വചനം തിരുവചനം മാനവരക്ഷാവചനം വചനം തിരുവചനം ജീവനേകും വചനം കാതുകളെ ശ്രവിച്ചിടുക പാവന സുവിശേഷം ഹൃദയങ്ങളെ ഒരുങ്ങിടുക വചനത്തെ എതിരേൽക്കാം. ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കാം. ഹല്ലേലൂയ ഗീതം പാടി വാഴ്ത്തിടാം. ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കാം. ഹല്ലേലൂയ ഗീതം പാടി വാഴ്ത്തിടാം. വചനം തിരുവചനം മാനവരക്ഷാവചനം വചനം തിരുവചനം ജീവനേകും വചനം കാതുകളെ ശ്രവിച്ചിടുക പാവന സുവിശേഷം ഹൃദയങ്ങളെ ഒരുങ്ങിടുക വചനത്തെ എതിരേൽക്കാം. ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കാം. ഹല്ലേലൂയ ഗീതം പാടി വാഴ്ത്തിടാം. ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കാം. ഹല്ലേലൂയ ഗീതം പാടി വാഴ്ത്തിടാം. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 15 വാക്യങ്ങൾ 9 മുതൽ 17 വരെ. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ബലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ബലം നിലനിൽക്കുന്നതിനും വേണ്ടി
ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു,